ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇപ്പോ എങ്ങനെ പോകണം ചോദിച്ചിട്ടുണ്ടെന്നാ സ്ട്രൈറ്റ് ടു വിക്ടോറിയ. അവിടെ നമ്മൾ വന്നിട്ട് എന്തൊക്കെ പരിപാടി നടക്കുന്നുണ്ട്. അവിടെ പിള്ളേരൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ നേരെ അങ്ങോട്ട് പോവാ. പിന്നെ അതാണ് ഗൈസ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. എന്തോ മറ്റേ എന്താ പറയാ, പഞ്ചായത്ത് മേള അങ്ങനെയൊക്കെ പറയില്ലേ, ശരിക്കും പഞ്ചായത്ത് മേള എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈപ്പാണ് സംഭവം. അപ്പൊ നേരെ അങ്ങോട്ടേക്ക് പോവാ. അതിന്റെ വിശേഷങ്ങളാണ്. ഓക്കെ, എത്തിയിരിക്കുകയാണ് കോളേജ്, വിക്ടോറിയ കോളേജ് പാലക്കാട്. അവന്മാര് എവിടെ പറഞ്ഞു നമ്മളെ ഞാൻ കണ്ടു പറഞ്ഞത്. എന്താ ഇങ്ങനെ നിക്കണേ? സ്പെഷ്യൽ എന്തിന്? സ്പെഷ്യൽ പെർമിറ്റ് ഇയാൾക്ക് മാത്രമുള്ള സാധനം. വലിയ ആളാണ് ഇവിടുത്തെ. ഗേറ്റിൽ തന്നെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നേ, ഗേറ്റ് വിടില്ല. അപ്പൊ എന്റെ പേര് പറഞ്ഞു ഗൗതം പറഞ്ഞു. ഓ കേറി. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഏത് പരിപാടിക്ക് വന്നു ചോദിച്ചു പറഞ്ഞാൽ YLF ശരിക്കും പറയുന്നത് യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ക്രൗഡൊന്നും ഇല്ല. വലിയ കാര്യത്തില് ആളുടെ ടാഗ് ഒക്കെ വാങ്ങിച്ച് നിൽക്കുന്നത്. ഇതിപ്പോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ സാധനമാണ്. നേരിട്ട് ഇങ്ങനെ ഉച്ചയ്ക്ക് ശേഷം കുറച്ചും കൂടെ പരിപാടി YLF യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ടാഗ് വാങ്ങിച്ചത് അത്രേ ഉള്ളൂ. ഇവൻ പറഞ്ഞു സാംസങ് പോരാന്ന് പറഞ്ഞു. എല്ലാരും നിക്ക്. നിന്റെ ഐഫോൺ അവിടെ? അതാണ് എന്റെ ചോദ്യം. നിന്റെ ഐഫോൺ 13 Pro ഞാൻ പറയാ ഒരിക്കൽ 9,000 രൂപ കൊടുത്ത് ശരിയാക്കി. ഇതിപ്പോ പിന്നെയും കൊടുത്തിരിക്കുക. 10 ദിവസമായി. നമ്മൾക്ക് അതായത് ഒരാൾ ഇതിന് കുറ്റം പറയുമ്പോ സാംസങ് പറയുന്നുണ്ട്, ഫോൺ കയ്യിൽ വേണം. ഐഫോൺ 13 Pro ഇല്ല. നമ്മുടെ ചക്കനായതുകൊണ്ട് പിന്നെ ഒന്നും പറയുന്നില്ല. ഇവരെ സംഭവം വന്നിട്ട് ഇതാ മെല്ലെ നൈസായി പോകാൻ നോക്കണം. അതായത് നല്ല പരിപാടികളൊക്കെ പറഞ്ഞിട്ട് തിരക്കുണ്ടാവും, അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വന്നാ ഇവിടെ പോരാ. സീരിയസ്ലി പറയാം, ഉച്ചയ്ക്ക് ശേഷം അതായത് ഫസ്റ്റ് ഹാഫ് നല്ലപോലെ ലാഗാണ്, സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ ബെറ്റർ ആവാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. അപ്പൊ നമ്മള് നേരിട്ട് അതായത് ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്, അതിന്റെ ബുക്ക് സ്റ്റാൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. കാരണം എന്താ ചോദിച്ചെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്നിട്ട് ആൾക്കാരില്ലാത്തതുകൊണ്ട് അതെങ്കിലും ഒരു ഉപകാരം നിങ്ങൾക്ക് മീൻസ് ഈ ഒരു വ്ളോഗിൽ കൂടെ നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നേരെ വിക്ടോറിയ കോളേജിലെ ലൈബ്രറി മീൻസ് അതായത് YLFന്റെ ഇവിടുത്തെ വിട്ട് വന്ന് അപ്പോഴേക്കും നമ്മുടെ ചെക്കൻ വിളിച്ച്. അപ്പോൾ നമുക്ക് പോവാതെ വേറെ വഴിയില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് പരിചയപ്പെടുത്താം. ഓക്കെ, നമ്മൾ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് വന്നിരിക്കണം. പക്ഷേ ഇവിടെ ഇതിലൊക്കെ ടാഗുകളോടെ നമുക്ക് ഫുഡ് കിട്ടും. പക്ഷെ 2 പേർക്ക് ടാഗില്ല. അപ്പം പരിപാടിയൊക്കെ ഇപ്പോൾ സമയം 2 മണി. ഫുഡ് കഴിക്കാനുള്ള ബ്രേക്ക്. ഫുഡ് കഴിക്കാൻ ബ്രേക്കാ പറഞ്ഞടിപ്പിച്ചതാണ്. ഇയാൾക്ക് ബുക്ക് വായിക്കാനായിട്ടുള്ള വൈകിട്ട് നല്ല പരിപാടിയാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് വരുള്ളൂ എന്നാണ് ഇപ്പം പറഞ്ഞത്. അതായത് ഇപ്പൊ വലിയ കാര്യമില്ല, ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗ്. നമ്മള് ഈ ചെറിയൊരു ഗ്യാപ്പിൽ ജസ്റ്റ് പോയിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. അണ്ണൻ്റെ എൻഗേജ്മെന്റ് ആണ്, അതിന് വേണ്ടിയിട്ട് കുറച്ച് ഷൂവും ഡ്രസ്സും എടുത്തിട്ട് സെറ്റാക്കണം. മനസ്സിലായ ഗുച്ചിയുടെ ഗ്ലാസ് ഇറക്കിയിരിക്കുകയാണ്. നല്ല പേയ്മെൻറ്റ് 450 രൂപ ഈ ഗ്ലാസ്സിന്. അല്ലാതെ 200 100ൻ്റെ ഒന്നും കണക്കില്ല ഇവിടെ. നൈസാണല്ലോ, ഓജിയാണ്. പക്ഷേ അതായത് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സാധനം എനിക്കിഷ്ടമായി. ഈ സാധനം ഈ സിമ്പിൾ കണ്ട ഈ സിമ്പിൾ അതിന് വേണ്ടി കൊടുക്കുക പൈസ. സംഭവം വന്നിട്ട് ഗ്ലാസ് വാങ്ങിച്ചു അല്ല പിക്ക് എടുക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് പിക്സ് അടിക്കാൻ പോകണം. പുതിയ ഗ്ലാസ് വാങ്ങിച്ചതിൻ്റെയാണ് ശരിക്കും പറഞ്ഞാൽ. അല്ല അങ്ങനെയുണ്ട്.
എടുത്തിട്ടില്ല. കൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞ് ഇയാൾക്ക് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എടുക്കുകയാണ്. അതുകൊണ്ടാണ് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. വീഡിയോ എടുത്ത് ആക്ടിങ്